ഹായ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇന്നത്തെ നമ്മളെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ചെക്കപ്പ് ഉണ്ടെന്ന്. അപ്പോൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം 36 വീക്സിൽ ചെക്കപ്പിന് പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അതുപോലെ തന്നെ ഗ്രോത്ത് സ്കാൻ ഉണ്ടായിരുന്നു, 9th മന്തിലെ ഗ്രോത്ത് സ്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കുന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം എന്തായാലും നിങ്ങൾ നമ്മുടെ ചെറിയ ഹോസ്പിറ്റൽ വിസിറ്റ് വ്ളോഗ് ഞാൻ ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട്, അത് കണ്ടു നോക്കാം. എന്തായാലും അതിനുശേഷം ഞാൻ എൻ്റെ അപ്ഡേറ്റ്സ് പറയാം. എന്തായാലും ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ വേദന വരും ഒക്കെ ചെയ്യണം. കാരണം വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേബി ഹെഡ് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ വേദനയും ഒക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള പ്രശ്നവും കാര്യങ്ങളും വയറിൻ്റെ അടിയിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്, അഡ്മിഷൻ ഡേറ്റ് പറയുന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അപ്പൊ എന്തായാലും എന്താണ് ഉണ്ടായതെന്ന് ലാസ്റ്റ് ഞാൻ പറയാം. ആദ്യം നിങ്ങൾ ആ വ്ളോഗ് കണ്ടു നോക്കൂ കേട്ടാ. നമ്മൾ രാവിലെ 9:30-ക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ മാമൻ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണീനായിട്ട് വർത്താനം പറയാം കേട്ടോ. നമ്മളെ വീട്ടിലെന്തായാലും വിഷ്ണു ഇല്ല, പിന്നെ അനിയല്ല, അച്ഛനും ഇല്ല, എല്ലാവരും ജോലി സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ മാമനായിട്ടാണ് പോണത്. മാമൻ വന്നു, വീട്ടിൽ നിന്ന് വന്നിട്ട് നമ്മളെ കൊണ്ടാക്കി തരികയാണ് ഹോസ്പിറ്റലിലേക്ക് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീട് ഞാൻ കുറച്ച് ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ ഫ്രണ്ടിൽ പാടാണ്, ആ പാടാണ് കേട്ടോ ഇത്. നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ കാണാം, ആ കാണുന്നതാണ് നമ്മുടെ വീട് കേട്ടോ. അപ്പോൾ അതേ ഞാനിങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. നമ്മുടെ ബേബി ബമ്പൊക്കെ കണ്ടില്ലേ. അങ്ങനെ നമ്മൾ നേരെ ശക്തനൊക്കെ എത്തി നമ്മുടെ ഹോസ്പിറ്റലിൽ എത്താറായി. ഹോസ്പിറ്റലിൽ എത്തി നമ്മൾ റെസിപ്റ്റൊക്കെ എടുത്തിട്ട് നേരെ ചെക്കപ്പിനൊക്കെ പോയി, സ്കാനിങ്ങിനൊക്കെ പോയി. സ്കാനിങ് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന പീരീഡ് കൊണ്ട് നമുക്ക് എപ്പോൾ പോയാലും ബബ്ലുവിന് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ക്യാൻറ്റീനിൽ നിന്ന് കിട്ടണം. അപ്പോൾ ഒരു പഴംപൊരിയും ചായയൊക്കെ കുടിച്ച്, ചായയിലെ കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ എന്ത് ചെയ്തു, റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ റിപ്പോർട്ട് ഇതേ കയ്യിലുണ്ട്. റിപ്പോർട്ട് കണ്ടില്ലേ, ഒരു ദിവസത്തെ ഒരു വ്യത്യാസം കാണിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് 15-ാം തീയതിയാണ് കാണിച്ചെങ്കിലും, ജൂൺ 15 കാണിച്ചെങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഡേറ്റ് ജൂൺ 14 തന്നെയാണ്. അങ്ങനെ മേടിച്ച് ഡോക്ടർ കണ്ട് മെഡിസിനൊക്കെ മേടിച്ചിട്ട് നേരെ വിനുവിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അവൻ്റെ പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ട് സൈൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ വ്ളോഗ് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി. നമ്മൾ 10 മണിയൊക്കെ ആകുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാ. 10 മണിക്കായിരുന്നു സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്കാനിങ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക, നേരെ ഡോക്ടറെ കാണാനുള്ള എന്താ പറയുക അപ്പോയിൻമെൻറ്റും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കാനിങ്ങിലൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു അരമണിക്കൂറൊക്കെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഞാൻ നേരെ ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു റിപ്പോർട്ട് കുഴപ്പമൊന്നുമില്ല, ഓൾമോസ്റ്റ് സെയിം ആ ഒരു എന്താ പറയുക നമ്മുടെ കഴിഞ്ഞ ദിവസം 35 വീക്സും, അതായത് പോണ തലേ ദിവസം പോണ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച 35 വീക്സും 6 ഡേയ്സും ആയിരുന്നു. അപ്പോൾ നമ്മുടെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് 35 വീക്സും 5 ഡേയ്സും ഓൾമോസ്റ്റ് എല്ലാം കൂടി ഇതാക്കിയിട്ട് അവർ പറഞ്ഞത് 35 വീക്സും 5 ഡേയ്സ് ഒരു ദിവസത്തെ ഒരു വ്യത്യാസം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് എല്ലാതും കൂടിയിട്ട് വിലയിരുത്തിയിട്ട് പറയണതാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ റിപ്പോർട്ട്. ബേബീനെ കാണുന്നില്ല, ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചു തന്നു. എല്ലാ പ്രാവശ്യം പോയാലും ബേബീനെ കാണാറുണ്ട്. പ്രാവശ്യം നമുക്ക് ബേബീനെ കാണാൻ പറ്റിയില്ല, ബേബീനെ കാണിച്ചു തന്നില്ല കേട്ടാ. ഹാർട്ട് ബീറ്റ് മാത്രം കേൾപ്പിച്ചു തന്നു. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിലൊന്നും വലുതായിട്ട് ഉണ്ണീനെ കാണുന്നില്ല, ക്ലിയർ അല്ല. 5-ാം മാസത്തെ അനോമലി സ്കാനിങ്ങിൽ ഉണ്ണിയുടെ മുഖം നമുക്ക് കുറച്ച് ഓറഞ്ച് കളർ അല്ലെങ്കിൽ 3D ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. 3D 4D ആ ഒരു വ്യൂ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ സ്കാനിങ് റിപ്പോർട്ടും കൂടിയുള്ളൊരു വീഡിയോ എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ എന്തായാലും ഡോക്ടർ പറഞ്ഞത് ജൂൺ 14 തന്നെയാണ് നമ്മുടെ എന്താ പറയുക ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജൂൺ 14 ഡ്യൂ ഡേറ്റ് വരുന്നത്. പിന്നെ
അഡ്മിറ്റ് ആവാനൊന്നും പറഞ്ഞില്ല. ഞാൻ അഡ്മിറ്റ് ആവാനെങ്ങാനും അത് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പോയത്. അഡ്മിഷൻ പറയും, PV ചെയ്യുന്നൊക്കെ വിചാരിച്ചിരുന്നു. PV ചെയ്യിച്ചിട്ട് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുന്നത്തെ വീഡിയോയിൽ, PV എനിക്ക് വലിയ പേടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ PV ചെയ്യുന്നൊക്കെ വിചാരിച്ചു, പക്ഷെ PV ഒന്നും ഉണ്ടായില്ല. ഇനി എന്തായാലും 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് വരാൻ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം 10 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഇപ്രാവശ്യം പോയപ്പോൾ ചെക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്താ പറയുക, ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഒരു 14 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി, അതായത് നമ്മൾ 38 വീക്സിൽ ഇനി വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് എന്താ പറയുക, ഇതിലെന്തെങ്കിലും ഇതെന്താ വെച്ചാൽ സിംഗിൾ ഇന്റർയൂട്ടിൻ ഗസ്റ്റേഷൻ ഇൻ സെഫാലിക് പ്രസന്റേഷൻ, spine to left fetus show good cardiac and somatic activities, fetal heart rate 135 beats per minute regular. അപ്പോൾ സെഫാലിക് പ്രസന്റേഷൻ തന്നെയാണ്, താഴേക്കായിട്ടുള്ള പ്രസന്റേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഉണ്ണി തല തിരിഞ്ഞിട്ട് താഴെ തന്നെയാണ് ഉണ്ണിയുടെ പൊസിഷൻ, ഹെഡ് ഡൗൺ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ കാർഡിയാക് ആക്ടിവിറ്റി ഒന്നും കുഴപ്പമില്ല. അതുപോലെ നന്നായിട്ട് ആക്റ്റീവായിട്ട് ആളിരിക്കുന്നുണ്ട്, സുഖമായിരിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. പിന്നെ ഫീറ്റൽ ഹാർട്ട് റേറ്റ് 135 ബീറ്റ്സ് പെർ മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, സ്കാനിങ് റിപ്പോർട്ടായിട്ട് ഞാൻ ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. കുഴപ്പമില്ലാത്ത വെയിറ്റ് ഒക്കെ ഉണ്ട്, ഈ ടൈമിലുള്ള വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ലിക്വിഡും അതായത് അമ്നോട്ടിക് ഫ്ലൂയിഡൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അഡിക്കേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലസന്റ പോസ്റ്റീരിയർ ആണ് കേട്ടോ. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഈ ഒരു ഇതിലില്ല. ദൈവം സഹായിച്ചിട്ട് ഒരു കുഴപ്പങ്ങളും ഇല്ല. എല്ലാവരും നന്നായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിചാരിക്കുന്നു. എനിക്ക് മാത്രമല്ല, എല്ലാ പ്രഗ്നന്റ് ലേഡീസിനും, ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നവർക്കും ഇനി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു ഉണ്ണി ഉണ്ടാവട്ടെ, നല്ലൊരു ഹെൽത്തി ബേബി ഉണ്ടാവട്ടെ, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഉള്ള ഒരു ഹെൽത്തി ബേബി ആവട്ടെ. അപ്പം എല്ലാവരും അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, ഇതുപോലെ ചെയ്യാം. പിന്നെ ഇതൊക്കെയാണ് അപ്ഡേറ്റ്. നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. എന്തായാലും അടുത്ത ചെക്കപ്പ് 38ാമത്തെ വീക്കിലാണ്, അതായത് മെയ് 30 ഒക്കെ ആയിട്ട് ഡോക്ടറെ കാണാൻ പോയാൽ മതി. മെയ് 30 or 31 അതിന് ഡോക്ടറെ കാണാൻ പോയാൽ മതി. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. അതാണ് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു എൻ്റെ 36 വീക്സിൻ്റെ അപ്ഡേറ്റ് കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് എൻ്റെ ഈ ടൈമിലുള്ള അതേ ടൈമിൽ പോകുന്ന കുറേ പേര് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്, എനിക്കറിയാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ തന്നെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല, കുറച്ച് ഹോസ്പിറ്റലൊക്കെ പോയി വന്ന് ആ ഒരു ക്ഷീണമൊക്കെ കാരണം വീഡിയോ ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് എന്തായാലും ഇടാന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ബേബി ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ചെറിയ ചെറിയ ക്ഷീണങ്ങളുണ്ട് എനിക്ക്, അതായത് ടൈമിൻ്റെ അവസാനമൊക്കെ അടുത്തുമല്ലോ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നൈറ്റാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, എന്തായാലും അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ആൾക്കാരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ ബൈ.